ഇനി പുറത്തേക്ക് വാ, നീ ഇപ്പൊ സേഫാണ്. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് പറന്നു പൊയ്ക്കൂടായിരുന്നോ? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇതുവരെ പറക്കാൻ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചപ്പോ പറക്കാനും പറ്റുന്നില്ല. അഥവാ ശ്രമിച്ചപ്പോ ഒരു മരിച്ചില്ലേ പോലും കയറാനും പറ്റിയില്ല. ഒരു കാക്കയെ നിനക്ക് പറക്കാൻ പേടിയോ? നിന്റെ പ്രശ്നം പേടിയാണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ പറക്കണം. സംശയമുണ്ടോ? എന്റെ ചേട്ടാ, ഈ ഒരേ ഒരു പേടി കൊണ്ടാണ് എനിക്ക് ഇതുവരെ പറക്കാൻ കഴിയാത്തത്. എന്റെ കൂട്ടുകാരൻ ടൂർ പോവുകയാണ്. പോകുന്ന കാര്യം രാത്രി 2 മണിക്കാണ് അവൻ എന്നോട് പറഞ്ഞത്. പറഞ്ഞപ്പോഴോ എന്നെയും അവൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും ചേട്ടന്മാരെ, എന്ത് ചെയ്യും? പക്ഷെ ഇനിയിപ്പോ എന്തെങ്കിലും ഒന്ന് കഴിച്ചേ. 2 തവണ ചാടണം. 3ാമത്തെ പ്രാവശ്യം ചിറകടിച്ച് പറക്കാൻ ശ്രമിക്കണം. ഓക്കെ? എത്രത്തോളം ഉയരുന്നുവോ അതിനനുസരിച്ച് ചിറകടിച്ചുകൊണ്ടേയിരിക്കണം. സംശയമുണ്ടോ? പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് പൊങ്ങി പറക്കാൻ കഴിയുന്നില്ലല്ലോ. എന്നാലും ചേട്ടാ, ഞാനൊന്ന് ശ്രമിക്കാം. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. പറക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഓടുന്നത് നല്ലതാ. പിന്നെ നമ്മൾ ചിറക് വീശി ആകാശത്തിലേക്ക് വരണം. സംശയമുണ്ടോ? നിക്ക്, ഞാൻ നോക്കട്ടെ എങ്ങോട്ടാ പോയതെന്ന്. റോഡ് വഴി പറക്കാനാ പറഞ്ഞത്. അവൻ താ ലിഫ്റ്റ് അടിച്ച് വരുന്നുണ്ട്. ഇവൻ ഉറപ്പായും പറന്ന് കാണത്തില്ല. സംശയമുണ്ടോ? താങ്ക് യു, ബൈ ബൈ. സോറി ചേട്ടാ, പറക്കാൻ പറ്റിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു മലകളൊക്കെ? ചേട്ടൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. നീ ഇത്രയും വൈകിയല്ലേ വന്നത്? അപ്പൊ ഞാൻ വിചാരിച്ചു ഹിമാലയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടാ വന്നത്. അല്ല ചേട്ടായി, ഞാൻ വീഴൊന്നും ഇല്ലല്ലോ അല്ലേ? അഥവാ വീണാൽ തന്നെ മുറിവൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇനി മുറിവെങ്ങാനും ഉണ്ടായ ഇഞ്ചക്ഷൻ ഒന്നും എടുക്കൂലല്ലോ അല്ലേ? ഇനി ഇഞ്ചക്ഷൻ എങ്ങാനും എടുത്താ അധികം ഫീസൊന്നും ആവില്ലല്ലോ അല്ലേ? ഞാനിവിടെ 3 എണ്ണി കഴിയുമ്പോ നീ ചാടിക്കോ. ഓക്കേ. ടിക് ടിക് 3. അല്ല ചേട്ടാ, ചേട്ടൻ 1 2 പറഞ്ഞില്ലല്ലോ. എടാ, ഞാൻ ടിക് ടിക് എന്ന് പറഞ്ഞത് നിന്നോട് തന്നെയാ. വേഗം ചാടാൻ നോക്കണ അങ്ങോട്ട്. നിക്ക്, ഞാൻ നിന്നെ സഹായിക്കാം. ആഹാ, ഞാൻ ദേ പറക്കുന്നുണ്ടല്ലോ ചേട്ടായി. അല്ല, ഈ ഫാൻ എങ്ങനെയാ നിന്നത്? അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്റെ ചേട്ടാ, ഞാൻ പറക്കും തോന്നില്ല ചേട്ടാ. ഇവന്റെ കോൺഫിഡൻസ് ലെവലും ഹിമാലയത്തിലെ കാലാവസ്ഥയും ഒന്നുപോലെ തന്നെയാണ്. രണ്ടും മൈനസ് തന്നെയാ. നീ ഇതിന്റെ കൂടെ മുകളിലേക്ക് പോണം. എന്നിട്ട് പറക്കാൻ ശ്രമിക്കണം. പിന്നെ വീഴുമെന്ന് തോന്നിയ ഈ പട്ടത്തിൽ പിടിച്ചാ മതി. എന്റെ പൊന്നി ചേട്ടാ, ഈ ഐഡിയ എനിക്ക് എന്തുകൊണ്ട് ഇതിനു മുമ്പ് തോന്നിയില്ല? അഥവാ തോന്നിയെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തിയില്ല? പ്രയോജനപ്പെടുത്തിയപ്പോഴൊക്കെ ഞാൻ പാസ്സായുമില്ല. പാസ്സായിരുന്നെങ്കിൽ ആ തിരുവായി നടച്ചിട്ട് പറക്കാൻ നോക്ക്. നാണോ ഇല്ലല്ലോ. ഇപ്പൊ തന്നെ പട്ടത്തിനിട്ട് ഒരു പണി കൊടുക്കാം. എന്റെ അമ്മേ, ഈ ആകാശത്ത് പോലും എനിക്ക് രക്ഷയില്ലാതായോ? സണ്ണി നമ്മുടെ പട്ടം പൊട്ടിക്കാനുള്ള ശ്രമത്തിലാ. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, ഒരു കാര്യം ചെയ്യാം, സണ്ണിയുടെ നൂല് നമുക്ക് ഒളിപ്പിച്ചു വെക്കാം. പിന്നെ നമ്മുടെ പട്ട അവനെ പൊട്ടിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ നമ്മുടെ ഒളിപ്പിച്ചു വെച്ചേക്ക്. ഇല്ലെങ്കിൽ നിന്നെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിക്കേണ്ടി വരും. പൊട്ടിപ്പോയി. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. കൊള്ളാം. നീ ഒരു പക്ഷിയേ അല്ല. ആ മാസ്ക് നൂരിയെ വേറെ വല്ല ജീവിയാണോ നോക്കട്ടെ. ഇപ്പോഴും പറക്കാൻ പഠിച്ചില്ല. എന്റെ അഭിപ്രായത്തിൽ ഇവൻ സ്പേസിൽ പോയാൽ പോലും ഒരിക്കലും പറക്കാൻ പോകുന്നില്ല. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇത് പൊളിച്ചു. വളരെ നന്നായിട്ടുണ്ട്.
അടിച്ചു പൊളിച്ചു തിമിർത്തു. ഹണി, നിന്റെ കയ്യിൽ എന്തോ മായാജാലമുണ്ട്. ഇതേത് ഓയിലാണെന്ന് വേഗം പറ. ദാ ഈ ഓയിലാണ്, മേഡ് ഇൻ ഗ്രീസ് ആണ്. കഴുത, ഇത് മേഡ് ഇൻ ഗ്രീസ് ഒന്നും അല്ല, ഇത് കാറിലൊഴിക്കുന്ന ഗ്രീസാ. ഇപ്പൊ ഞാൻ പാതി കറുപ്പും പാതി പച്ചയുമായി. ഇനി എല്ലാരും എന്നെ കാക്കത്തത്തേനെ വിളിക്കുള്ളൂ. കാക്കത്തത്ത. കാക്കത്തത്തേന്ന് എന്തിനാണ് വിളിക്കുന്നത്? കാക്കയുടെയും തത്തമ്മയുടെയും മിക്സിംഗ്. കാക്കത്തത്തമ്മ. ആഹാ, അതെന്തായാലും പൊളിച്ചു. ഹാഷ്ടാഗ് ഡെലിവറി ടൈം. താങ്ക് യു. യു ആർ വെൽക്കം. അതെന്തായാലും പൊളിച്ചു. പോസ്റ്റ്മാൻ എന്നാൽ മനുഷ്യനാണ്, പക്ഷെ ഞാൻ പ്രാവാണ്. ഞാൻ ജനിച്ച ഉടൻ തന്നെ എന്റെ അച്ഛനോട് ഞാനൊരു കാര്യം വിളിച്ചു പറഞ്ഞു. ഞാനിതാ ജനിച്ചു കഴിഞ്ഞു. കുഞ്ഞുനാൾ മുതലേ കത്ത് കൊടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഹാഷ്ടാഗ് പ്രൊഫഷണൽ. അല്ല, ഇതാരുടെ കത്താണ്? വായിക്കട്ടെ. ഇത് രമേഷ്. കിട്ടിപ്പോയി. ഇതാ ഡിയർ രമേഷ്, തനിക്കുള്ള കത്താണ്. മാനുകൾക്കാണ് ഏറ്റവും കൂടുതൽ കത്തുകൾ വരുന്നത്. ഡിയർ രാജു, ഡിയർ പുത്രൻ, ഈ ബാസിന്റെ പാഴ്സൽ സൂക്ഷിച്ചു വേണം കൊണ്ടുപോകാൻ. എന്റെ അമ്മോ, ഇവനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? ഹാഷ്ടാഗ് കിട്ടി 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 കിട്ടി. അയ്യോ എന്റെ അമ്മേ, പാഴ്സൽ എന്റെ കയ്യിൽ നിന്ന് പോയി. എന്താ ഇത്? എടാ, നിങ്ങൾക്ക് എന്താടാ സൂക്ഷിച്ച് കളിച്ചൂടെ? എന്റെ അടുത്ത് കളിച്ചാൽ കളി ഞാൻ പഠിപ്പിക്കും. അല്ല പാക്കേജ്. എടാ ബാഡ് മങ്കി, എന്നെ ഒന്ന് സഹായിക്ക്. എങ്കിൽ ഇതിനകത്തുള്ളതിൽ പാതി തരാം. ഓക്കെ, ഞാൻ സഹായിക്കാം. കാരണം ഞാനാണ് ബാഡ് മങ്കി. എടാ, പൈനാപ്പിൾ അല്ല, ആപ്പിൾ എന്നാ പറയേണ്ടത്. ഞാൻ പറഞ്ഞതല്ലേ പൈനാപ്പിൾ ആണെന്ന്. ഒരുപാട് ശല്യപ്പെടുന്നുണ്ട്. ഇവനിട്ടൊരു പാണി കൊടുക്കണം. ഹായ്, എന്നെ ഒന്ന് സഹായിക്കാമോ? പഞ്ചർ കട ഐഡിയ. എടാ, എത്രയെന്ന് വെച്ചാ ഇങ്ങനെ ഓടുക? ഐഡിയ. എടോ, വണ്ടി നിർത്ത്. ഞാൻ 3 സ്റ്റാറുള്ള പോലീസുകാരനാണ്. താൻ ലൈസൻസ് എടുക്ക. എടോ, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കണോ? വണ്ടി ജപ്തിയാണ്. സാർ, എന്നാൽ പിന്നെ ഓ, കൊച്ചളിയ, എന്തായാലും വലിയ കഷ്ടായി പോയി. ഐഡിയ. നീ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും പാഴ്സൽ ഞങ്ങൾ കൈക്കലാക്കും. കണ്ടക്ടർ സാറേ,
ടിക്കറ്റ് ഇല്ലാതെ കുറച്ചു പേര് പുറകിൽ യാത്ര ചെയ്യുന്നുണ്ട്. വേഗം ഇറക്കി വിടാൻ നോക്ക. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. എന്നെ പിന്തുടർന്ന് വരികയാണോ? ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഇരിക്കുന്ന സൈക്കിൾ എടുത്തോണ്ട് സണ്ണി വേഗം പാഴ്സൽ കൊടുക്കും. പാക്കേജ് ഇതാ കിട്ടിപ്പോയി. പാഴ്സൽ കിട്ടിപ്പോയി. അടിപൊളി, പാക്കേജ് കിട്ടിപ്പോയി. പാക്കേജ് കിട്ടിപ്പോയി. ഒരു പാക്കേജ് ഇങ്ങനെ എല്ലാവർക്കും കിട്ടുക ഇതെങ്ങനെ സാധ്യമാവും? എന്റെ അമ്മച്ചി, ഇത് പാക്കേജിന്റെ ഗോഡൌൺ ആണെന്നാ തോന്നുന്നത്. എടാ, ഇത്രയും പാക്കേജിൽ എന്റെ പാക്കേജ് ഏതാടാ? ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കുകയാണ്. ഇനി എന്നെ സഹായിക്കാൻ തോത്തറാമിനെ കൊണ്ട് മാത്രമേ കഴിയൂ. പാക്കേജ് അന്വേഷിക്കാൻ വേണ്ടിയാണോ? അല്ല, എന്റെ തടിയൊന്ന് നന്നാക്കി എടുക്കാൻ. പാക്കേജ് ഇല്ലാതെ ബോസിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബോസ് എന്നെ തള്ളുകയില്ലല്ലോ. അതല്ലാതെ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല.